ഈ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും രംഗത്തിറക്കിയിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള രണ്ട് നേതാക്കളെയാണ്. ഒരു യുവ നേതാവിനെ ഇറക്കാമെന്നുള്ള ഒരു തീരുമാനം എവിടെ നിന്നായിരുന്നു, എങ്ങനെയായിരുന്നു? എനിക്ക് അത്ര പാരമ്പര്യം കുറവൊന്നുമില്ല. യുവ നേതാവ് എനിക്കൊരു 2 പതിറ്റാണ്ടിന്റെങ്കിലും പ്രവർത്തന പരിചയം സാമൂഹ്യ രംഗത്തുള്ള ഒരാളാണ് ഞാൻ ABP ആരംഭിച്ചതാണ്. അതും ബാക്ക് ഇൻ 2004 ഞാൻ ഒഫീഷ്യലി അതിനകത്തൊരു റോളിലേക്ക് വരികയും ABPയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആവുകയും ABPയുടെ നഗരത്തിന്റെ ചുമതലയിലേക്ക് വരികയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റിന് ഒരിടത്ത് ഫീൽഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നെ ചില സമയത്ത് മടുപ്പ് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം സർവേ എന്ന് പറഞ്ഞാൽ സർവേ ആണ്. അത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാഷണൽ ടീം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പഠനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അവരിപ്പോൾ പഠനം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മാധ്യമങ്ങൾ, പോലീസ്, എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിലേക്ക് കുറച്ച് യൂത്തായിട്ടുള്ളവർ നമ്മളിലേക്ക് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇത്രയും വലിയൊരു സംഗതി തരുന്നു എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്.